ഇറാനെ രക്ഷിക്കാൻ റഷ്യ രംഗത്തെത്തിക്കുക. നമുക്കറിയാം സൈനിക ശക്തിയിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യമാണ് റഷ്യ, 2-ാം സ്ഥാനം ചൈനയ്ക്കാണ്. ചൈനയും റഷ്യയുമാണ് ഇറാൻ്റെ ഈ ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും അപലപിക്കുന്നതുമൊക്കെ ഈ 2 രാജ്യങ്ങളാണ്. മുസ്ലിം രാജ്യങ്ങൾ പോലും ഇറാനെ തള്ളിപ്പറഞ്ഞപ്പോഴും ഇസ്രായേലിനെതിരെ ഇറാനെ നയിക്കാൻ ഞങ്ങൾ ഒരുക്കമാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുകയാണ് റഷ്യ എന്ന് പറയുന്ന രാജ്യം. റഷ്യ ഇന്ത്യയുമായി നല്ല സഹകരണമുള്ള രാജ്യമാണ്. ഇന്ത്യക്ക് ഇസ്രായേലുമായി അതിലും നല്ല സഹകരണമുണ്ട്. പക്ഷേ നമുക്കറിയാം ഇസ്രായേലിന് നേരെ ഇപ്പം ഇറാൻ ആക്രമണം നടത്തി. കഴിഞ്ഞ ചൊവ്വാഴ്ച 181 ബാലിസ്റ്റിക് മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഇത് റഷ്യൻ പ്രധാനമന്ത്രി ഇറാൻ സന്ദർശനത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ ആക്രമണം നടന്നതെന്നും നമ്മൾ മനസ്സിലാക്കണം. അതായത് റഷ്യയുടെ പൂർണ്ണ പിന്തുണയില്ലാതെ ഒരിക്കലും ഇറാന് ഇതൊറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പം ഉള്ളിൽ റഷ്യയുണ്ട് ആക്രമിക്കാൻ. കാരണം അമേരിക്കയാണ് ഇപ്പോൾ ലെബനന് നേരെയും അല്ലെങ്കിൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയും സിറിയയ്ക്ക് നേരെയൊക്കെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ഇത് ചെയ്തതെന്ന് മറ്റൊരു വാദം നിലനിൽക്കുന്നുണ്ട്. അത് സത്യവുമാണ്. അപ്പം തീർച്ചയായിട്ടും അമേരിക്കയുടെ ശത്രു ആരാണ്? റഷ്യയാണ്. സത്യമായതുകൊണ്ടല്ലേ ഗൗതം പട്ടാളക്കാർ ഇവർ തന്നെ ഇവിടെ അതിർത്തികളെ വിന്യസിപ്പിച്ചു കൊടുത്തത്. അപ്പം ഇതിന്റെ പിന്നിൽ റഷ്യയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം അമേരിക്കയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് നേരെയും ഹമാസിന് നേരെയും ഇറാന് നേരെയൊക്കെ ഇപ്പോൾ ആക്രമണം അഴിച്ചുവിടുന്നത്. തീർച്ചയായിട്ടും ഈ റഷ്യ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സൈനിക ശക്തിയിലും എല്ലാ രീതിയിലും റഷ്യ മുൻപിലുള്ള ഒരു രാജ്യമാണ്. ഒന്നും കാണാതെ ഇറാൻ കളിക്കും എന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഇറാൻ്റെ പടക്കോപ്പുകൾ എന്ന് പറയുന്നത് പഞ്ചപാണ്ഡവന്മാരുടെ കാലത്തെ സാധനങ്ങൾ എന്ന് നമ്മൾ തമാശയ്ക്ക് പറയും. അത്തരത്തിലുള്ള പടക്കോപ്പുകളാണ് ഇറാൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇസ്രായേൽ അങ്ങനെയല്ല. അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള എല്ലാ പടക്കോപ്പുകളും ഇസ്രായേലിൻ്റെ കയ്യിലുണ്ട്. അതിൽ പിടിച്ചു നിൽക്കാൻ ഒരിക്കലും ഇറാന് കഴിയില്ല. അപ്പോൾ ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആളുകളുണ്ട്, ഇസ്രായേലിനെ തകർക്കാൻ, അതുവഴി ഇറാനിൽ ആധിപത്യം സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഇറാനെ കൂടെ നിർത്താൻ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് രാജ്യങ്ങളുണ്ട്. നമ്മൾ ഒക്കെ വിചാരിക്കുന്നത് മുസ്ലിം രാഷ്ട്രങ്ങൾ, പക്ഷെ മുസ്ലിം രാഷ്ട്രങ്ങളൊക്കെ ആട്ടിപ്പായിച്ചു. തീവ്രവാദ ശക്തികളെ ഞങ്ങൾ സഹായിക്കില്ല, ആ തീവ്രവാദ ശക്തികൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാജ്യത്തെയും ഞങ്ങൾ സഹായിക്കില്ല എന്ന് സൗദി ഉൾപ്പെടെ കൃത്യമായ നിലപാടെടുത്തു. അവിടെയാണ് ഇറാൻ അടിപറ്റിയത്. കാരണം മുസ്ലിം രാഷ്ട്രങ്ങൾ തങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഇറാൻ്റെ വലിയൊരു വിശ്വാസമായിരുന്നു. ആ വിശ്വാസത്തെയാണ് ഒറ്റ ദിവസം കൊണ്ട് മുസ്ലിം രാജ്യങ്ങൾ തകർത്ത് തരിപ്പണമാക്കി കൊടുത്തത്. അപ്പോൾ റഷ്യക്ക് കൃത്യമായ നിലപാടുണ്ട്. റഷ്യൻ യുക്രൈൻ യുദ്ധം നമുക്കറിയാം. ഒന്നാമത്തെ കാര്യം, ഇറാന്റെ ആക്രമണത്തിൽ റഷ്യ ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ ഒരു കിടിലം കൊണ്ടിട്ടുണ്ട്. വല്ലാത്ത രീതിയിൽ അവരൊരു ഇത്രയും വലിയൊരു ആക്രമണം അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇസ്രായേൽ. കാരണം ഇറാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത്. കാരണം 200ഓളം മിസൈൽ, 151-200ഓളം മിസൈലുകളാണ് തൊടുത്തുവിട്ടത്. ഇതിൽ പല മിസൈലുകളെയും പ്രതിരോധിക്കാൻ ഇസ്രായേലിൻ്റെ ഈ അയൺ ഡോമിന് സാധിച്ചിട്ടില്ല എന്നും വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഇറാന് നേരെ ഏതെങ്കിലും രീതിയിൽ ഇനി കൂടുതൽ പ്രത്യാക്രമണം ഇസ്രായേൽ മുതിരുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു കാരണം ഇറാനെ തടുക്കുക, ഇറാനെ എതിർക്കുക, ഇറാന് നേരെ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തുക എന്ന് പറയുന്നത് പ്രതികാരദാഹികളായിട്ടുള്ള ഇസ്രായേലിന് എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. കരുതലോടെ എല്ലാ തന്ത്രങ്ങളും പയറ്റിയതിന് ശേഷം മാത്രമേ അവരത് ചെയ്യുകയുള്ളൂ. കാരണം അവരുടെ പുറകിൽ റഷ്യയുണ്ട്. റഷ്യയെ ഒരു കാരണവശാലും ചെറുതായി കണക്കാക്കുവാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇറാൻ്റെ ആയുധങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ ഇറാൻ്റെ കയ്യിലുള്ള ആയുധങ്ങൾക്ക് പല പഞ്ചപാണ്ഡവന്മാരുടെ കാലത്തെ ആയുധങ്ങളാണെങ്കിലും റഷ്യയുടെ കയ്യിലുള്ളത് അങ്ങനെയല്ല. അവിടെയാണ് നമ്മൾ ഇറാൻ്റെ ചില തന്ത്രങ്ങളെ കുറച്ച് കാണരുത് എന്ന് പറയുന്നത്. ഇസ്രായേൽ തിരിച്ചടിക്കും, അതിന് അമേരിക്കയുടെ സപ്പോർട്ട് കിട്ടും, തീർച്ചയാണ്. അമേരിക്ക പടക്കോപ്പുകൾ കൊടുക്കും. ഇസ്രായേലിൻ്റെ കയ്യിലില്ലാത്ത സൈനിക ശക്തിയൊന്നും മറ്റു രാജ്യത്തിനും ഇല്ല എന്നുള്ളത്. കാരണം രാജ്യസ്നേഹികളാണ് ഇസ്രായേലുകാർ എന്ന് പറയുന്നത്. സ്വന്തം രാജ്യത്തിന് വേണ്ടി ഏത് തരത്തിലും, കാരണം നിർബന്ധിത പട്ടാള സേവനമാണ് അവിടെ ഉള്ളത്. അപ്പോൾ സിവിലിയന്മാർ ഉൾപ്പെടെ ഉള്ളവർ രാജ്യത്തിന് വേണ്ടി സ്വന്തം ജീവൻ കളഞ്ഞ് നിൽക്കുക. അത് നെതന്യാഹുവിന് ഉൾപ്പെടെ നന്നായിട്ട് അറിയാം. പക്ഷേ ഇപ്പുറത്ത് പറഞ്ഞത്, ഗൗതം പറഞ്ഞത് ഒരു വലിയ പോയിന്റാണ്. അതായത് റഷ്യയെ നമ്മൾ ചെറുതായി കാണരുത്. റഷ്യ ഇറാനോടൊപ്പം നിൽക്കുമ്പോൾ ഇറാനെ തകർക്കുക എന്ന് പറയുന്നത് നിഷ്പ്രയാസമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അല്പം കരുതലോടെ കളിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ പണി വരുന്നത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ. അതായത് ഇസ്രായേലിനെ തകർക്കാൻ ഇറാന് കഴിയും റഷ്യയുടെ സഹായത്തോടെ എന്നല്ല പറയുന്നത്. ഒരു മരുഭൂമി പോലുള്ള ഒരു പ്രദേശത്തെ
എന്താണ് ഒരു ഊഷര ഭൂമിയായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. അവിടെ അത്രയും കഷ്ടപ്പെട്ട് അത്രയും അധ്വാനിച്ച് അത്രയും ആത്മസമർപ്പണത്തോടു കൂടിയിട്ടാണ് ഇസ്രായേൽ ഒരു വലിയ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു ജൂത രാഷ്ട്രം സൃഷ്ടിച്ചെടുത്തത്. അത് ഒരൊറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ അതൊറ്റ രാത്രി കൊണ്ട് ഇറാന്റെയോ അല്ലെങ്കിൽ റഷ്യയുടെയോ ആക്രമണത്തോടു കൂടി തകർക്കാൻ ഇസ്രായേൽ ആ ഒരു ബുദ്ധിമോശം ഇസ്രായേൽ ഒരിക്കലും ചെയ്യില്ല. അതുകൊണ്ട് ഹിസ്ബുള്ളയ്ക്ക് നേരെയോ അല്ലെങ്കിൽ ഹമാസിന് നേരെയോ ലെബനന് നേരെയോ ആക്രമണം നടത്തിയതുപോലെയല്ല ഇറാന് നേരെ അല്ലെങ്കിൽ റഷ്യൻ പിന്തുണയുള്ള ഇറാന് നേരെ ആക്രമണം നടത്തുക എന്ന് പറയുന്നത്. കാരണം ജാഗ്രത എന്ന് പറയുന്നത് വളരെ വളരെ ആവശ്യമായിട്ടുള്ളൊരു സാഹചര്യമാണ് വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ വേണ്ടി പോകുന്നത്. ഒരു മൂന്നാം ലോക യുദ്ധത്തിലേക്ക് ഇത് നയിക്കുമെന്നുള്ള സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. ഗൗതം പറഞ്ഞ ഒരു കാര്യം കറക്റ്റ് ആണ്. ഹിസ്ബുള്ളയ്ക്ക് നേരെയോ ഹമാസിന് നേരെയോ നടത്തിയ പോലെ അല്ല ഇറാന് നേരെ നടത്തുന്നത്. കാരണം ഇതൊക്കെ തീവ്രവാദ ശക്തികളാണ്. ഇവർക്കൊപ്പം നിന്നാൽ തങ്ങളും കൂടെ ഒറ്റപ്പെടുമെന്ന് റഷ്യക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഇറാനെ തൊട്ട് കഴിയുമ്പോൾ റഷ്യയെ രംഗത്തിറങ്ങും, പ്രത്യേകിച്ച് ചൈനയുടെ തന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ മൊസാദിന്റെ തന്ത്രങ്ങൾ പോലെയാണ്. ഈ നമ്മൾ വിചാരിക്കും ഒന്നും ചെയ്യുന്നില്ല ചൈന വളരെ നിശബ്ദമായി അങ്ങനെ ഇരിക്കുകയാണ്, ഒന്നും പറയുന്നില്ല, ഒന്നും ചെയ്തില്ല. പക്ഷെ അടിയിൽ കൂടി വരുന്ന പണി നമുക്ക് പറയാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഇപ്പോൾ ഇറാൻ ഒരു ശാപമാണ് എന്ന് UN ഐക്യരാഷ്ട്രസഭയിൽ നമ്മുടെ നെതന്യാഹു വിളിച്ചു പറഞ്ഞു, ഇറാൻ ഒരു ശാപമാണെന്നുള്ളത്. അപ്പോൾ ഇറാനെതിരെ കൂടുതൽ നിലപാടുകൾ ഇസ്രായേൽ കടുപ്പിക്കുമ്പോൾ, കൂടുതൽ കാര്യങ്ങൾ ഇസ്രായേൽ കടുപ്പിക്കുമ്പോൾ, ഇപ്പോൾ ബന്ദികളെ തന്നെ മോചിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് ഏത് വിധേനയും ബന്ദികളെ മോചിപ്പിക്കുമെന്ന് ഇസ്രായേൽ നടപടിയെടുക്കുന്നു. പേജർ ആക്രമണം, വോക്കി ടോക്കി ആക്രമണം ഒക്കെ നടത്തുന്നു. അത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ഇസ്രായേലിന്റെ ചാരന്മാർ ഇറാനിലുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ ഹസൻ നസറുള്ളയുടെ വലം കൈയായിരുന്ന ഒരാൾ തന്നെ എല്ലാ രേഖകളും എടുത്തുകൊണ്ട് എല്ലാ ഇവരുടെ ഈ തീവ്രവാദികളുടെ എല്ലാ രീതിയിലുള്ള രേഖകളും പടങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് ഇസ്രായേലിൽ അഭയം പ്രാപിച്ചു എന്ന് നമ്മൾ കേൾക്കുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇറാൻ തീരെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് ചേർത്ത് പിടിക്കാൻ ചൈനയും റഷ്യയും എത്തുന്നത് എന്നുള്ളത്. അതിനെ നമുക്ക് ഒരിക്കലും നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഈ റഷ്യയാണ് ആണവായുധങ്ങളിൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ലോകത്തുള്ള ശക്തി എന്ന് പറയുന്നത് റഷ്യയാണ്. രണ്ടാമത് മാത്രമേ അമേരിക്ക വരുള്ളൂ, അല്ലെങ്കിൽ അമേരിക്ക വരുള്ളൂ എന്ന് പറയുന്നത് രണ്ടാമത് മാത്രമേ അമേരിക്ക വരുള്ളൂ. അപ്പോൾ ഈ ആണവായുധങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധത്തിന് പോവുക എന്ന് പറയുന്നത് അത് വല്ലാത്ത ഭയങ്കരമായ ഒരു ഭീതിജനകമായിട്ടൊരു സാഹചര്യമായിരിക്കും ഉണ്ടാക്കുക. ആ കാര്യം നമ്മൾ ഇപ്പൊ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഇറാൻ വെറുതെ ഒന്നും കണ്ടിട്ട് ലക്ഷ്യമിടില്ല. ഇപ്പൊ നമ്മൾ ഇറാനൊപ്പം അല്ല, നമ്മൾ ഇസ്രായേലിനൊപ്പം തന്നെയാണ്. കാരണം ഇസ്രായേൽ പറയുന്നുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ ഉള്ളത് റഷ്യയിലാണ്. അതെ, അപ്പൊ ആ റഷ്യ തന്നെ റഷ്യയുടെ പിന്തുണയാണ് ഇറാനുള്ളത്. അതെ, ഇപ്പോ അമേരിക്കയ്ക്ക് പോലും അത്രയും ആണവായുധങ്ങളില്ല. ശത്രുവിനെ നമ്മൾ ചെറുതായി കാണരുത് എന്നുള്ളതാണ്. ഇറാനെ ഇസ്രായേൽ ദാ എന്നും പറഞ്ഞ് അടിച്ച് പരത്തി നിഷ്പ്രഭമാക്കുമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും നമ്മൾ ഇറാന്റെ തന്ത്രങ്ങൾ, ഇറാൻ ഒരു രാജ്യം പിടിച്ചു നിൽപ്പിനും അവരുടെ വിജയത്തിനു വേണ്ടി ഏത് അറ്റം വരെയും പോകും, ഏത് ദുഷ്ടശക്തികളുമായി അവർ കൈകോർക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പൊ ഇറാൻ ഇസ്രായേലിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ യുദ്ധത്തിൽ, അല്ലെങ്കിൽ ഇസ്രായേലിനെ തകർക്കാൻ ഏതൊക്കെ രീതിയിലേക്ക് പോകാൻ കഴിയും ആ രീതിയിലെല്ലാം ഇറാൻ പോകും, അതിലൊരു സംശയം വേണ്ട. അതിന് റഷ്യ കൂടി ഒപ്പം ചേരുമ്പോൾ ഇസ്രായേൽ കൃത്യമായി കരുക്കൾ നീക്കിയില്ല എങ്കിൽ 8ന്റെ പണി ഇരന്ന് വാങ്ങുന്ന അവസ്ഥയിലേക്ക് പോകുമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്രയും ദിവസം ഇസ്രായേലിന്റെ ആക്രമണത്തെ പ്രശംസിച്ചതുപോലെ അല്ലെങ്കിൽ പിന്തുണച്ചതുപോലെയല്ല വരും ദിവസങ്ങൾ എന്ന് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം മറ്റേതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ചെറിയ പുള്ളികളാണ്. ഹമാസ് ആയിക്കോട്ടെ, ഹിസ്ബുള്ള ആയിക്കോട്ടെ ഒക്കെ ചെറിയ പുള്ളികളാണ്. ഹൂതികളായിക്കോട്ടെ, ഇവരൊക്കെ ചെറിയ പുള്ളികളാണ്. ഈ ചെറിയ പുള്ളികളെ ആക്രമിച്ച് വീഴ്ത്തുക എന്ന് പറയുന്നത്, അമേരിക്കയുടെ പിന്തുണയോടുകൂടി ആക്രമിച്ച് വീഴ്ത്തുക എന്ന് പറയുന്നത് എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയല്ല ഇനി അങ്ങോട്ടുള്ള കാരണം ഇനി മുട്ടേണ്ടത് ഇറാനുമായിട്ടാണ്. റഷ്യൻ പിന്തുണയുള്ള, ലോകത്ത് ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള റഷ്യ പിന്തുണയ്ക്കുന്ന ഇറാനും ഒക്കെ ആയിട്ടാണ് ഇനി മുട്ടാനുള്ളത് എന്ന് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും യുദ്ധം വലിയ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്തൊക്കെയാണ്, നാളെ ഒക്ടോബർ 7 എന്തും സംഭവിക്കാം. ഇസ്രായേൽ ഏതൊക്കെ തരത്തിലാണ് തന്ത്രങ്ങൾ മെനഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. റഷ്യ ഇറാനോടൊപ്പം നിന്ന് എന്തൊക്കെയാണ് മെനഞ്ഞിരിക്കുന്നത് നമുക്കറിയില്ല. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ വിചാരിക്കാത്ത പല സംഭവങ്ങളും ലോകത്ത് നടക്കാൻ ഇസ്രായേൽ വലിയൊരു ആക്രമണത്തിന് മുതിരുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ കടക്കുന്നത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റഷ്യയും ഇറാനും എന്തൊക്കെ തന്ത്രങ്ങളാണ് മെനയുന്നത് ഇസ്രായേലിനെ തകർക്കാൻ, ചോരപ്പുഴ ഒഴുകാതിരിക്കട്ടെ.